വിശിഷ്ട അതിഥികളെ, ഞങ്ങൾ വേളാങ്കണ്ണിയിലാണേ. വേളാങ്കണ്ണിയിൽ ഞങ്ങളിത് 3ാമത്തെ തവണയാണ് വരുന്നത്. എൻ്റെ മൂത്ത മകൾക്ക് 1 വയസ്സുള്ളപ്പോഴും എൻ്റെ ഇളയ മകന് 1 വയസ്സുള്ളപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും മുടി മുണ്ടനം ചെയ്തത്, അതായത് മൊട്ടയടിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം 590 കിലോമീറ്ററാണ്. മധുര, തിരുച്ചിറപ്പള്ളി എന്നീ വഴികളിലൂടെ നമുക്ക് ഈ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയും. എന്നാൽ ഞങ്ങൾ വന്നത് കന്യാകുമാരി രാമനാഥപുരം വഴി ആയിരുന്നു. സെപ്റ്റംബർ 8-നാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എല്ലാ വർഷങ്ങളിലും വന്നു പോകുന്നത്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ആരാധന നടന്നു വരുന്നു. 9 മണിക്ക്, എല്ലാ ദിവസവും 9 മണിക്ക് ഇവിടെ മലയാള ആരാധന ഉണ്ടായിരിക്കും. അതിനു പുറമെ തമിഴ്, ഇംഗ്ലീഷ്, മറ്റ് ഭാഷകളിലുള്ള ആരാധനകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. രാവിലെ 9 മണിക്കുള്ള മലയാള സർവീസിനാണ് ഞങ്ങൾ പങ്കെടുത്തത്. വേളാങ്കണ്ണി മാതാവിനെ അത്ഭുതങ്ങളുടെ മാതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഒരിക്കൽ വേളാങ്കണ്ണി സ്വദേശിയായ ഒരു ഹൈന്ദവ ബാലൻ ഒരു കുടം പാലുമായിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലൻ ഉറങ്ങുകയും ചെയ്തു. അറിയാതെ ഉറങ്ങിപ്പോയ ബാലൻ ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റു. ഒരു കുഞ്ഞിനെയും കയ്യിലേന്തിയ ഒരു മാതാവ് ആ ഹൈന്ദവ ബാലനോട് തൻ്റെ കുഞ്ഞിന് കൊടുക്കുവാനായിട്ട് പാൽ ആവശ്യപ്പെട്ടു. ആ മാതാവിൻ്റെ അപേക്ഷ ഈ ഹൈന്ദവ ബാലന് നിരസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തൻ്റെ പാൽക്കുടത്തിൽ നിന്നും പാലെടുത്ത് ആ കുഞ്ഞിന് നൽകി. ആ കുഞ്ഞിന് കൊടുത്തത് കാരണം ഈ ഹൈന്ദവ ബാലൻ്റെ കയ്യിലിരുന്ന പാലിൻ്റെ അളവ് കുറഞ്ഞു. അതിനാൽ തൻ്റെ യജമാൻ്റെ അടുക്കൽ പോകുമ്പോൾ പാലിൻ്റെ അളവ് കുറഞ്ഞത് നിമിത്തം രൂക്ഷമായ വഴക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരുമെന്ന് ഈ ബാലൻ വിചാരിച്ചു. വളരെ വിഷമത്തോടെ യജമാൻ്റെ അടുക്കൽ പോയ ബാലൻ തൻ്റെ പാൽക്കുടമെടുത്ത് തുറന്നു നോക്കിയപ്പോൾ തികച്ചും അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ പാൽക്കുടം നിറയെ പാല് കാണുവാനായിട്ടിടയായി. ഈ ഹൈന്ദവ ബാലൻ തൻ്റെ യജമാനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇരുവരും കൂടെ ആ സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ വെച്ച് ആ ഹൈന്ദവ ബാലൻ കണ്ട അതേ ദർശനം ഈ യജമാനനും കാണുവാനായിട്ടിടയായി. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ മാതാവിൻ്റെ ദർശനമാണ് ഇവർക്ക് ലഭിച്ചത്. ഈ സംഭവത്തിന് ശേഷം നിരവധി അത്ഭുതങ്ങൾ അവിടെ നടന്നു. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണി ചർച്ചാണ്. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വേളാങ്കണ്ണി ചർച്ച്. സമുദ്രത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വേളാങ്കണ്ണി ചർച്ചിൽ നിരവധി ആൾക്കാരാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിന് സന്തോഷവും സമാധാനവും കുളിർമയും നൽകുന്ന ഒരിടമാണ് വേളാങ്കണ്ണി ചർച്ച്. വേളാങ്കണ്ണിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതെല്ലാം പറയുവാനായിട്ടുള്ള സമയം ഇല്ല. വേളാങ്കണ്ണി ചർച്ചിൻ്റെ ഉൾഭാഗത്ത് ക്യാമറ അലോഡല്ല. ആയതിനാൽ നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുവാനായിട്ട് കഴിയില്ല. പുറത്തുനിന്നുള്ള വിഷ്വൽസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾക്കൊപ്പം നിങ്ങളും കാണട്ടെ. വീണ്ടും പുതിയ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. വേളാങ്കണ്ണി ചർച്ചിനോടും നാടിനോടും യാത്ര പറഞ്ഞ അടുത്ത പ്ലേസിലേക്ക്.